SSF എന്ന് പറയുമ്പോൾ 37 കൊല്ലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടന. ഒരു പ്രസ്താവനയിലോ ഒരു പ്രഖ്യാപനത്തിലോ രാജ്യത്തിന്റെയോ ഇസ്ലാമിന്റെയോ നിയമത്തിനെതിരായി ഒരു വാക്കുപോലും വന്നിട്ടില്ലാത്ത സംഘടന. ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, SSF-കാരൻ എവിടെയും ഒരു വിപ്ലവത്തിന്റെ പിന്നിൽ പോയില്ല, എവിടെയും തീപ്പന്തം ഉയർത്താൻ പോയില്ല. ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ് എന്ന മഹനീയമായ മുദ്രാവാക്യത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ മാത്രം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മെമ്പർഷിപ്പ് ഉള്ള പ്രസ്ഥാനമാണിത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണിത്. സ്കൂൾ ഓഫ് സിവിൽ സർവീസ് എന്ന പേരിൽ മുസ്ലിം സമുദായത്തിൽ IAS-കാരും IFS-കാരും IPS-കാരും ഉണ്ടാകണം എന്ന വിവേകത്തോടുകൂടി സ്കൂൾ ഓഫ് സിവിൽ സർവീസ് നടത്തുന്ന ഏക വിദ്യാർത്ഥി സംഘടനയാണിത്. നിങ്ങൾ മനസ്സിലാക്കണം, SSF-കാരൻ 37 കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക നിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന പ്രവാചക പ്രേമം ജീവവായുവായി എടുത്ത സമാധാനത്തോടെ വിഷയങ്ങൾ വിലയിരുത്തുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരെ പക്വതയോടെ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും ചൊൽപ്പിടിക്കുകയിൽ കൊണ്ടുപോകാൻ ഇസ്ലാമിക സിംബലുകൾ പണയം വെച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 37 കൊല്ലമായി യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും കടന്നു ചെന്ന് പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് കോളേജുകളിൽ കയറിയിറങ്ങിയപ്പോൾ തൊപ്പി മാറ്റിവെക്കേണ്ടി വന്നില്ല, തലപ്പാവ് മാറ്റിവെക്കേണ്ടി വന്നില്ല. ഇസ്ലാമിക സിംബലുകളെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്ന ഏക വിദ്യാർത്ഥി സംഘടനയേത്? നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക. കേരളത്തിൽ ഒരുപാട് മതസംഘടനകൾ കലാലയങ്ങളിലും കലാലയത്തിന് പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ്. എന്റെ സഹപാഠികളും സഹപ്രവർത്തകരും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ കലാലയത്തിന്റെ നറുമുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോ തലപ്പാവ് തടസ്സമായില്ല, നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് തൊപ്പി തടസ്സമായില്ല. അങ്ങനെ ഇസ്ലാമിക സിംബലുകളെ പാലിച്ചുകൊണ്ട് നമ്മുടെ സെക്യുലറിസ്റ്റ് രാജ്യത്തിന്റെ നിയമങ്ങളെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വിളിച്ചു പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയുമോ? ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അഖിലാണ്ട ജനങ്ങളെക്കാളും സർവസ്വങ്ങളെക്കാളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ പ്രണയിക്കുന്നതുവരെ നമ്മുടെ ആരുടെയും വിശ്വാസം സമ്പൂർണ്ണമല്ല. ഇതുതന്നെയാണ് സുന്നി യുവജന സംഘം വിളിച്ചു